UAE ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ ഭർത്താവ് സതീഷിൽ നിന്ന് നേരിട്ടത് കൊടിയ പീഡനം. സതീഷിന്റെ ക്രൂരമർദ്ദനം അതുല്യ സഹോദരിയോട് വിവരിക്കുന്ന ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. സതീഷ് മദ്യപിച്ച് അതുല്യയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ജോലിക്ക് പോകുമ്പോൾ അതുല്യയെ സതീഷ് പൂട്ടിയിടുമായിരുന്നുവെന്നും സഹോദരി അഖില 24-നോട് പറഞ്ഞു. അതുല്യയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. മദ്യപിച്ച് ലക്കുകെട്ട സതീഷ് ശങ്കർ ഉപദ്രവിക്കുന്ന ഈ ദൃശ്യങ്ങൾ പറയും അതുല്യ നേരിട്ട പീഡനം. മർദ്ദനമേറ്റു നിലവിളിക്കുന്ന അതുല്യ, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ അസഭ്യം പറയുന്ന സതീഷ്, ക്രൂരപീഡനമേറ്റ അതുല്യയുടെ ചിത്രങ്ങളും പുറത്ത്. അതുല്യ തന്നെ ചിത്രീകരിച്ച് സഹോദരി അഖിലയ്ക്ക് അയച്ച ദൃശ്യങ്ങളും ചിത്രങ്ങളുമാണിത്. നേരിട്ട പീഡനം സഹോദരി അഖിലയോട് അതുല്യ പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ്, ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി, സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മദ്യപിച്ചാൽ സതീഷ് സൈക്കോയാണെന്ന് അഖില 24-നോട്. ജോലിക്ക് പോകുമ്പോൾ അതുല്യ സതീഷ് പൂട്ടിയിടും. അവിടെയൊക്കെ ജോലിക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് താക്കോല് പൂട്ടിയിട്ട് പോകും. അപ്പൊ നമ്മൾ പറയുകയും ചെയ്യും, ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റുകളാണ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഒരു തീപിടുത്തം എന്തെങ്കിലും ഉണ്ടായാൽ നീ ഇങ്ങനെ പുറത്തോട്ട് നീ താക്കോല് കൊടുക്കരുതെന്ന് പറയാം. അപ്പോൾ പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് ഈ സംശയമാണ്. അതുല്യയുടേത് കൊലപാതകമാണെന്ന് മാതാവ് തുളസിബായി. സ്വയം ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ലമ്മേ. അഥവാ ഞാൻ മരിച്ചെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ കൊന്നയാന്ന് വിചാരിച്ചോണം. ഷാർജ പോലീസിലും ഇന്ത്യൻ കോൺസുലേറ്റിലും പരാതി നൽകാനാണ് അതുല്യയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഷാർജയിലെ മോർച്ചറിയിലാണ് അതുല്യയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെയാണ് പോസ്റ്റ്മോർട്ടം. അരുൺ പാറാട്ട്, 24, ദുബായ്.